വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. നാളെയും മറ്റന്നാളും അതേപോലെ, അതായത് 6, 7, 13 തീയതികളിൽ RRB ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാം ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു അവസാന നിമിഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ മാരത്തോൺ സെഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മാരത്തോൺ സെഷനിൽ വിത്ത് ടൈമർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇപ്പൊ ഓൾറെഡി നമ്മൾ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി എക്സാം സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒരു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് പോലും, നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു മിസ്റ്റേക്ക് കൊണ്ട് പോലും നമ്മളുടെ സ്കോറിനെ അത് ബാധിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, ആദ്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ അറിയാം, എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. നമുക്ക് 2 സെക്ഷൻ മാത്രമാണ് RRBക്ക് ഉള്ളത്. RRBക്ക് ഇംഗ്ലീഷ് ഇല്ല. പ്രിലിംസിന് നമുക്ക് ആകെപ്പാട് റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും മാത്രമാണുള്ളത്. റീസണിങ് നമുക്ക് 40 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി അത് തന്നെയാണ് നമ്മുടെ QA. 40 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് കിട്ടുന്ന ടൈം ആണ് വ്യത്യാസം. മാർക്കും 40 മാർക്കാണ്. ബട്ട് റീസണിങ് ആണെങ്കിൽ നമുക്ക് ഒരു 25 മിനിറ്റ്സ് ടൈമും, QA ആണ് എന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്സ് ടൈമും ആണ്. അങ്ങനെ ടോട്ടൽ 45 മിനിറ്റ്സ് ആണ്. പക്ഷെ നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും. നേരത്തെ ഒന്നും സെക്ഷണൽ ടൈമിംഗ് ഇല്ലായിരുന്നു, കഴിഞ്ഞ മുന്നിലത്തെ വർഷമൊന്നും. പക്ഷെ ഇപ്പോ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 25 മിനിറ്റ് ആണ് സമയം കിട്ടുക. QA 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ 20 മിനിറ്റ് ആയിരിക്കും ടൈം കിട്ടുക. ഓക്കെ, RRB ക്ലർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് എക്സാമിലെ തന്നെ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയാണ്. മാരത്തോൺ സെഷനിലൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പൊ റീസണിങ്ങിന്റെ കേസ് ആണെങ്കിലും പസിൽസ് ഒക്കെ ചോദിക്കുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പസിൽസ് ആണ്. മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും PO ലെവൽ ഒന്നും അല്ല, ക്ലർക്ക് ലെവൽ. ഏറ്റവും എളുപ്പമുള്ള ബാങ്ക് എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ അത് RRB ക്ലർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ക്രാമിംഗ്, എസ്പെഷ്യലി മോക്ക്. അതായത് തലേ ദിവസം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ എക്സാമിന് പോകുന്നതിന് അന്ന് രാവിലെ മോക്ക് ചെയ്യുക, തലേന്ന് രാത്രിയിൽ മോക്ക് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കാരണം നമ്മൾ ഇനിയും ഇതുവരെ എന്തൊക്കെ പഠിച്ചോ അത് നന്നായി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ തലേ ദിവസം ചെയ്യേണ്ട കാര്യം. അല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാനിരിക്കുന്നത് മണ്ടത്തരമാണ്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ല, ഇപ്പൊ എസ്പെഷ്യലി QA ആണെങ്കിലും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ല. അപ്പൊ ആ ടോപ്പിക്ക് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗസ് വർക്ക് ഒഴിവാക്കണം. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുവരെ പഠിക്കാത്ത കുറെ കാര്യങ്ങളെല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കുന്ന ഒരു രീതി നമ്മൾ ഒഴിവാക്കാം. നമ്മള് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. അതിന് പകരം നമുക്ക് ദോഷമായിരിക്കും ചെയ്യുക. എസ്പെഷ്യലി ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, തലേന്നും അല്ലെങ്കിൽ എക്സാമിന്റെ അന്ന് പോകുന്ന രാവിലെയും ഒന്നും മോക്ക് ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾ ജസ്റ്റ് പഠിച്ച കാര്യങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് ചെയ്തോ, ടൈമർ വെക്കണ്ട. നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് പസിൽസ് ചെയ്യുക, കുറച്ച് DI ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ തലേന്ന്. അല്ലാതെ നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ എടുക്കുന്ന ഒരു മോക്ക് ചിലപ്പോൾ ഇച്ചിരി ലെവൽ കൂടിയ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലുള്ള ഒരു മോക്കായിരിക്കും. പക്ഷെ നിങ്ങൾ തലേന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന്റെ അന്ന് പോകുന്നതിന്റെ അന്ന് രാവിലെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളെ അഫക്ട് ചെയ്യും. അപ്പൊ അതിന് വഴിയൊരുക്കാതിരിക്കുക. തലേന്ന് മോക്ക് ചെയ്യുന്ന രീതി, ലാസ്റ്റ് മിനിറ്റിൽ കുറെ കാര്യങ്ങൾ വാരി വലിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന രീതി ഒഴിവാക്കുക. ഓക്കെ, യെസ്. അടുത്തത് റിവൈസ് കീ കോൺസെപ്റ്റ്സ്. നമ്മൾ പഠിച്ചു വെച്ച ഇപ്പൊ തന്നെ QAയിൽ തന്നെ നിങ്ങൾ സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. പെർസെന്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതേപോലെ നിങ്ങൾ QAക്കകത്തിൽ കുറെ അധികം ഫോർമുലാസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഓരോ ഇപ്പൊ പെർസെന്റേജിനകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ടൈം ആൻഡ് വർക്കിലായിക്കോട്ടെ, നിങ്ങൾ പഠിച്ച ഓരോ ചാപ്റ്ററിലും നിങ്ങൾ അത് നോട്ട്സ് ഒക്കെ ആക്കി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നന്നായിട്ട് എടുത്ത് റിവൈസ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമുക്ക് തന്നെ അറിയാലോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫോർമുലാസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് റിവൈസ് ചെയ്യുക. അപ്പൊ ഒന്ന് നമ്മൾ നോക്കിയിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അത് എന്ത് ചെയ്യും, ഓർമ്മ നിൽക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ വേണം ഈ തലേ ദിവസം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ. ഓക്കെ, stick to your strategy in each section. Very, very, very important. അതായത് നമുക്ക് 2 സെക്ഷൻ ആണുള്ളത്, QAയും റീസണിങ്ങും. ആദ്യം ഞാൻ എന്റെ സബ്ജക്റ്റിന്റെ കാര്യം പറയാം, റീസണിങ്. ഒരുപാട് ആസ്പിറൻസ് എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, പസിൽസ് ചെയ്തിട്ട്
മിസ്ലേനിയസിലേക്ക് പോകണോ? ഇപ്പൊ നമ്മളുടെ റീസണിങ്ങിനകത്തില് ഞാൻ എപ്പോഴും 2 സെക്ഷൻ ആക്കിയാണ് പറയാ. പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ഒരു സെക്ഷൻ എന്നും അതേപോലെ തന്നെ മിസ്ലേനിയസിൽ നമുക്കൊരു 6 ടോപ്പിക്സ് ആണ് ഉള്ളത്. ഡയറക്ഷൻ ടെസ്റ്റ്, ഇൻഇക്വാളിറ്റി, സിലോജിസം, ആൽഫ ന്യൂമറിക് സീരീസ്, ദെൻ ചൈനീസ് കോഡിംഗ്, പിന്നെ ഒരു ടോപ്പിക് കൂടെ ഉണ്ടല്ലോ, ബ്ലഡ് റിലേഷൻ നമ്മൾ പറഞ്ഞു തോന്നുന്നു അല്ലെ. ഡയറക്ഷൻ ടെസ്റ്റ്, ബ്ലഡ് റിലേഷൻ, ഇൻഇക്വാളിറ്റി, ദെൻ സിലോജിസം, ആൽഫ ന്യൂമറിക് സീരീസ് ആൻഡ് ചൈനീസ് കോഡിംഗ്. ഈ 6 ടോപ്പിക്കാണ്. ഈ 6 ടോപ്പിക്കിൽ നിന്ന് നമുക്കൊരു 15 മാർക്സിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആൻഡ് 5 പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരിക്കും ചോദിക്കുക. RRB ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാത്തിൽ നിന്നും ചോദിക്കുക. ഓൾമോസ്റ്റ് നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് മാരത്തോൺ സെഷനിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിയൽ എക്സാം ലെവൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്നുള്ളത് ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോ നിങ്ങളിപ്പോ മോക്ക് ചെയ്യുന്ന രീതി, ഇപ്പൊ തുടർച്ചയായി എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, അതായത് ചിലര് മിസ്ലേനിയസ് മുഴുവൻ ചെയ്തിട്ടാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വരുന്നത്. ചിലര് എങ്ങനെയാണോ ക്വസ്റ്റ്യന്റെ ഓർഡർ കിടക്കുന്നത്, പസിൽ എന്ന മിസ്ലേനിയസ് എന്നും ഒന്നും നോക്കത്തില്ല. ആദ്യം ഏത് ക്വസ്റ്റ്യൻ വരുന്നു അത് ചെയ്യുന്നു, അടുത്തത് ഏത് ക്വസ്റ്റ്യൻ വരുന്നു അത് ചെയ്യുന്നു, അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണോ മോക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് വന്ന സ്ട്രാറ്റജി ഏതാണോ അത് മാത്രമേ നിങ്ങൾ എക്സാമിന് പോയി പരീക്ഷിക്കാവൂ. അല്ലാതെ ലാസ്റ്റ് മിനിറ്റില് ഇപ്രാവശ്യം ഒന്ന് മാറ്റി നോക്കിയാലോ എന്ന് നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മൾ ഏത് രീതിയിലാണോ മോക്ക് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും നിങ്ങളെ എക്സാമിന് കൂടുതൽ സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സെക്ഷണൽ ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അതായത് മിസ്ലേനിയസ് ചെയ്തിട്ട് പസിൽസിലേക്ക് വരുമ്പോഴാണോ അതോ ഞാൻ ഓർഡറിൽ ചെയ്യുമ്പോഴാണോ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് കൂടുതൽ സ്യൂട്ട് ആവുക എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങൾ ഏതാണോ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി. ഇപ്പൊ നമ്മൾ ക്വാണ്ടിൽ പറയും സിംപ്ലിഫിക്കേഷൻസും നമ്പർ സീരീസും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യുക, ദെൻ DA ചെയ്യുക, ലാസ്റ്റ് മാത്രം നമ്മൾ അരിത്തമെറ്റിക് ചെയ്യുക എന്ന് നമ്മൾ പറയും. അപ്പൊ നിങ്ങൾ ഏതാണ്? പക്ഷെ ചിലർക്ക് അവർ ചെയ്തു വരുന്ന ആ ഓർഡറിൽ പോകുന്നതായിരിക്കും ചിലർക്ക് ഓക്കെ. അപ്പൊ നിങ്ങൾ ഏതാണോ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ കൂടുതൽ കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന മെത്തേഡ് ഏതാണോ അത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഞാൻ പരമാവധി പറയാറുണ്ട് മിസ്ലേനിയസ് ചെയ്തിട്ട് പസിൽസിലേക്ക് വരാൻ. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മള് പസിൽസ് ഒക്കെ ഇപ്പൊ മേ ബി എന്തെങ്കിലും ഒരു ഇച്ചിരി ഒരു ട്രിക്കി പസിൽ വല്ലോ ആണെങ്കിൽ അതിൽ സമയം പോകരുത്. RRB ക്ലർക്ക് ആയതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാനില്ല. പക്ഷെ ഇപ്പം പസിൽ എന്നല്ല, ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത്. അത് ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്ന കാര്യമാണ്. ഓക്കെ. അവോയ്ഡ് ഗസ് വർക്ക്. എപ്പോഴും ഞാൻ പറയുന്നതാ, അതായത് നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് അല്ലെ. 0.25 ആണ് നമ്മളുടെ നെഗറ്റീവ് മാർക്ക്. അതായത് 4 എണ്ണം തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. അപ്പോ ആക്യുറസി എപ്പോഴും ഉണ്ടായിരിക്കണം. സ്പീഡിൽ പോകണം എന്ന് കരുതി ആക്യുറസി ഇല്ലാതെ പോകുന്നത് യാതൊരു പ്രയോജനവും ഇല്ല. സ്പീഡ് വിത്ത് ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. സ്പീഡിൽ ചെയ്യണം എന്ന് കരുതി ആക്യുറസി ഇല്ലാതെ നമ്മൾ ഓടിക്കൊണ്ടു പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ആ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഗസ് വർക്ക് ചെയ്യരുത്. പിന്നെ QA ആണെങ്കിലും റീസണിങ് ആണെങ്കിലും നമുക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം നമ്മൾ QA ആണെങ്കിൽ ഇപ്പൊ റീസണിങ് ആണെങ്കിൽ ഒരു പസിൽ ചെയ്ത് ആൻസർ കിട്ടിയാലായിരിക്കും നമ്മൾ ഫൈനൽ ആൻസർ ക്ലിക്ക് ചെയ്യുക അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷിനൊക്കെ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെ. നമ്മൾ കറക്റ്റ് കുത്താൻ ഇത് വരുമോ അത് വരുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ QAയിലാണെങ്കിലും റീസണിങ്ങിലാണെങ്കിലും നമുക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗസ് വർക്ക് ചെയ്യരുത്. ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ഓൺ എ സിംഗിൾ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഒരൊറ്റ ക്വസ്റ്റ്യനിൽ പോലും നമ്മൾ സ്റ്റക്ക് ആകാൻ പാടില്ല. ഇപ്പൊ റീസണിങ്ങിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻ ഒക്കെ ചിലപ്പോൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് ഇപ്പൊ കിട്ടും എന്ന് തോന്നും. പക്ഷെ അങ്ങനെ നമ്മൾ ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ സമയം പോകുന്നത് അറിയാതിരുന്നിട്ട് കാര്യമില്ല. 25 മിനിറ്റേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കും മുന്നെയാണ് 25 മിനിറ്റ് പോകുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ബ്ലഡ് റിലേഷന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരൊറ്റ ക്വസ്റ്റ്യനിൽ പോലും നമ്മൾ എന്താകാൻ പാടില്ല, സ്റ്റക്ക് ആകാനായിട്ട് പാടില്ല. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ക്വസ്റ്റ്യനിലും എന്താകരുത്, ഒരു പരിധിയിൽ കൂടുതൽ സമയം നമ്മൾ കൊടുക്കരുത്. ഇപ്പൊ ഓർഡറിലാണ് പോവുക, ഒരു ബസ്സിൽ പെട്ടെന്ന് കിട്ടുന്നില്ല, വേഗത്തിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ മിസ്ലേനിയസിൽ സിലോജിസോ ആയിക്കോട്ടെ, ചൈനീസ് കോഡിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ പെട്ടെന്ന് കിട്ടുന്നതാ അല്ലെ. ഇപ്പൊ പസില് അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് നമ്മൾ പറയുന്നതിന്റെ റീസൺ മറ്റേതെല്ലാം കിട്ടി. ഇനി ഏതെങ്കിലും ഒരു പസിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടായിരുന്നാൽ മതി, ഇതിൽ സമയം കളയരുത്, മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക, അടുത്തതിലേക്ക് പോവുക, എന്നിട്ട് എല്ലാം ചെയ്തതിനു ശേഷം മാത്രം അതിലേക്ക് തിരിച്ചു വരിക. പിന്നെ റീസണിങ്ങിനകത്തില് ഈ മീനിങ് ഫുൾ വേർഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഒരു ശരിക്കും പറഞ്ഞ ഒരു ട്രാപ്പാ. ഇപ്പൊ എല്ലാ വേർഡ്സും നമുക്ക് അറിയണം എന്ന് നിർബന്ധമില്ല. അപ്പൊ മീനിങ് ഫുൾ വേർഡ് നിങ്ങൾ ആ ഓപ്ഷൻസ് നോക്കുക. സേഫ് ഓപ്ഷൻസ് ആണ്, നിങ്ങൾക്ക് 100% ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ മാത്രം മീനിങ് ഫുൾ വേർഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക.
ഓക്കെ, ഒരു ക്വസ്റ്റ്യനിലും പരിധിയിൽ കൂടുതൽ സമയം നമ്മൾ കൊടുക്കരുത്. ഓക്കെ, എപ്പോഴും നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് അവോയ്ഡ് ജങ്ക് ഫുഡ്സ്. അപ്പോ എപ്പോഴും ക്ലാസ്സുകളിൽ ഞാൻ പറയും, നമ്മൾ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടായിരിക്കുള്ളൂ. അപ്പോ നമ്മൾ നന്നായി വെള്ളം കുടിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. അപ്പോ എക്സാം ആയിരിക്കുമ്പോൾ മാത്രം ഹെൽത്തി ഫുഡ് കഴിച്ചാൽ മതി എന്നല്ല, പക്ഷെ നമ്മൾ എക്സാമിനോട് അടുക്കുമ്പോഴത്തേക്കിന് നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചത് നമുക്ക് അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റണം, നന്നായിട്ട് ചെയ്യാൻ പറ്റണം അല്ലെ. ഇപ്പൊ രാവിലത്തെ ഷിഫ്റ്റ് ആണെന്ന് കരുതി ഇത് എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാം അങ്ങനെ വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ പോകുന്നതിന് മുന്നേ ലൈറ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇപ്പൊ തലേന്നൊക്കെ ആണെങ്കിലും ഒക്കെ ജങ്ക് ഫുഡ്സ് ഒക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക. അപ്പോൾ ആ ഒരു എക്സാം ടൈമിൽ നമുക്കൊരു പോസിറ്റിവിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് വെള്ളം ഒന്നും കുടിക്കാതെ നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിന് ക്വസ്റ്റ്യൻസ് നോക്കി മനസ്സിലാക്കി വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്പീഡ് ടെസ്റ്റ് ആണ് അല്ലെ. സ്പീഡും ആക്യുറസിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. സോ അപ്പം നമ്മളുടെ ഒരു ഹെൽത്തി മൈൻഡ് സെറ്റും ഹെൽത്തി ബോഡിയും ഒക്കെ നമുക്ക് അവിടെ അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് avoid exam discussion with those who have attended previous shift. For example, ഇപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ഷിഫ്റ്റ് ആണ് നിങ്ങളുടെ എക്സാം എന്ന് കരുതുക. നിങ്ങൾ ഒന്നാമത്തെ ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്കിന് ഉറപ്പായിട്ടും എക്സാം സെന്ററിൽ എത്തും. അപ്പൊ ഈ നിങ്ങൾ രണ്ടാമത്തെ ഷിഫ്റ്റ് അങ്ങോട്ട് കയറാൻ പോവാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആ കയറാൻ പോകുമ്പോഴത്തേക്കിന് എക്സാം, അതായത് ഒന്നാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു വരുന്ന കുട്ടികളുമായിട്ട് നിങ്ങൾ യാതൊരുവിധ ഡിസ്കഷൻസിനും പോകാതിരിക്കാം. ഇപ്പൊ നിങ്ങൾ ഫോണിലാണെങ്കിലും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എക്സാം ഈസി ആയിരുന്നോ, എക്സാം മോഡറേറ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരുന്നോ എന്നൊന്നും നിങ്ങൾ സെർച്ച് ചെയ്യാതിരിക്കുക. നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങുക, എന്നിട്ട് മാത്രം നോക്കുക. ഇപ്പൊ നാളെയാണ് എക്സാം എന്ന് വെച്ചോ, ഇപ്പൊ 6-നും 7-നും എക്സാം ഉണ്ട്. അപ്പം 6-ൽ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് 7-ന് എക്സാം ഉള്ളവർക്ക് നോക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു ഷിഫ്റ്റിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മള് രാവിലത്തെ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും, രാവിലത്തെ രണ്ടാമത്തെ ഷിഫ്റ്റിൽ നമ്മൾ കയറാൻ നിൽക്കുകയാണ്. ഒന്നാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ആസ്പിറൻസ് ഉണ്ട്, ചിലപ്പോൾ ആ ഷിഫ്റ്റ് ഭയങ്കര പാടായിരിക്കും. അപ്പൊ അവർ തരുന്ന റിവ്യൂ അതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മളെ മൈൻഡ് ഒന്ന് ഡിസ്റ്റർബ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും നേരത്തെ ഷിഫ്റ്റ് പോലെ തന്നെ ആയിരിക്കും രണ്ടാമത്തെ ഷിഫ്റ്റ് എന്ന് പറയാൻ ഒക്കില്ല. ചിലപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ഷിഫ്റ്റ് ഭയങ്കര ഈസി ആയിരിക്കും, നമുക്കറിയില്ല. സോ ആ എക്സാമിന് കയറാൻ നിൽക്കുമ്പോഴത്തേക്കിന് തൊട്ട് മുന്നിലത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പം ഈ നമ്മൾ ചോദിക്കുന്ന കുട്ടി ചിലപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഈ എക്സാം ആദ്യമായിട്ട് എഴുതുന്ന ഒരാളായിരിക്കും. അപ്പൊ ആ ആളത് പാടാന്നേ പറയൂ. അപ്പൊ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എക്സാമിന് കയറുന്നതിന് മുന്നേ ഉള്ള തൊട്ട് മുന്നേ ഉള്ള എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കാം. ഓക്കെ, ആൻഡ് സ്ലീപ് വെൽ ദി നൈറ്റ് ബിഫോർ എക്സാം. എപ്പോഴും പറയും നമ്മൾ നന്നായിട്ട് ഉറങ്ങണം അല്ലെ, പ്രത്യേകിച്ച് എക്സാമിന്റെ തലേന്ന്. കാരണം നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് ഒക്കെ കിട്ടി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ വായിച്ച് വളരെ സ്പീഡിൽ നമ്മളിട്ട ഒരു എഫേർട്ടിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് എക്സാമിന് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലെ. രാത്രി വരെ ഇരുന്ന് നമ്മൾ ഇതുവരെ പഠിക്കാത്ത ടോപ്പിക്സ് എല്ലാം കുത്തിയിരുന്ന് രാവിലെ തൊട്ടിരുന്ന് നോക്കി, അല്ലെങ്കിൽ രാത്രിയിലും ഉറങ്ങാതിരുന്ന് ഓരോന്ന് പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയും, തലേന്നൊക്കെ നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ മോട്ടിവേഷണൽ സോങ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അത് കേൾക്കുക, വളരെ കൂളായിട്ടിരിക്കുക. അന്ന് മോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഹറിവറിയായിട്ട് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് പഠിക്കാനും നിൽക്കാതിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. സമാധാനം അതാണ് എല്ലാം. അപ്പോ നമ്മൾ ആ തലേന്ന് വളരെ നേരത്തെ തന്നെ നിങ്ങൾ ഒരുപാട് ലേറ്റ് നൈറ്റ് ഉറങ്ങാതിരിക്കാം, നേരത്തെ തന്നെ ഫുഡ് കഴിക്കാം. മാക്സിമം 8 മണിക്കൊക്കെ മുന്നേ തന്നെ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ മാക്സിമം നേരത്തെ കിടക്കുക, നന്നായിട്ട് ഉറങ്ങുക എക്സാമിന് മുന്നേ. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മളുടെ ബോഡിയും മൈൻഡും ഒക്കെ ഓക്കെ ആയിട്ട് രാവിലെ നമുക്ക് ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റൂ. ഓക്കെ ഓക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് സെൽഫ് ടോക്സ്. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും രാപകല് പ്രാക്ടീസ് ചെയ്തതാണ് അല്ലെ. നമുക്ക് നമ്മൾ ചെയ്ത കാര്യം നമുക്കേ അറിയൂ. അപ്പൊ ഏറ്റവും നല്ല വാക്കുകൾ നമുക്ക് നമ്മളോടാണ് പറയാൻ പറ്റുക. ഇപ്പൊ രാവിലെ ഇപ്പൊ ഇന്നലെ തന്നെ 2.5 മണിക്കൂറോളം നമ്മളെ മാരത്തോൺ സെഷൻസ്, എത്രത്തോളം ക്വസ്റ്റ്യൻസാ, 3 സെറ്റോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഓരോ സെക്ഷനിൽ 3 സെക്ഷനൽസോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളാണ് അത്രയും എഫേർട്ട് ഇട്ടത്. ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, രാപകല് നമ്മൾ പസിൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുന്നു, ക്വാണ്ടില് സിംപ്ലിഫിക്കേഷനും നമ്പർ സീരീസും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മൾ ഇട്ട ഒരു എഫേർട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നീ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എല്ലാ ടോപ്പിക്സും പഠിച്ചിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യം സ്പീഡ് ഉണ്ട്, നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉറപ്പായിട്ടും നമുക്ക് നമ്മളോട് പറയാൻ പറ്റണം. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പൊ അത് ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. നമ്മളോട് തന്നെ നല്ല വാക്ക് ദാനത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നല്ലേ നമ്മൾ പറയാ. അപ്പൊ ആ നല്ല വാക്ക് നമുക്ക് നമ്മളോട് പറയാനായിട്ട് പറ്റണം. കാരണം നമുക്കാണ് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാള്. ഓക്കെ, പിന്നെ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതണം? അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് ഉറപ്പായിട്ടും നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അതില് നിങ്ങൾ അപ്ലോഡ് ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് ഒട്ടിക്കുക. കൂടാതെ എക്സ്ട്രാ ഒരു 2 എണ്ണം, അങ്ങനെ ടോട്ടൽ 3 ഫോട്ടോ ഉണ്ടായിരിക്കണം. അപ്പൊ എക്സ്ട്രാ 2 എണ്ണം കയ്യിൽ കരുതിക്കൊള്ളുക. ദെൻ ഒറിജിനൽ ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ടായിരിക്കണം. ദെൻ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി കൂടെ നിങ്ങൾ കയ്യിലെടുക്കുക. ദെൻ പേന എടുക്കുന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പേന എടുക്കുക. ദെൻ വാട്ടർ ബോട്ടിലൊക്കെ ആണെങ്കിലും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾ കയ്യിലെടുക്കുക. പിന്നെ റിപ്പോർട്ടിംഗ് ടൈം എപ്പോഴാണോ പറഞ്ഞേക്കുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേരാം. ഇപ്പൊ റിപ്പോർട്ടിംഗ് ടൈം 8 ചിലപ്പോൾ നമ്മുടെ എക്സാം തുടങ്ങുന്നത് 9 മണിക്കായിരിക്കും. പക്ഷെ 1 മണിക്കൂർ ഇൻ ബിറ്റ്വീൻ ഇതിനിടയിൽ ഉണ്ടല്ലോ എന്ന് കരുതി ഇരിക്കരുത്. നമ്മളുടെ വീട്ടിൽ നിന്ന് നമുക്ക് എക്സാം സെന്ററിലേക്ക് എത്താൻ എത്ര ദൂരം ഉണ്ട്? ഇപ്പൊ നിങ്ങൾ ബസ്സിന് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോകുന്നവരാണെങ്കിലും എനിക്ക് എത്ര സമയം അവിടെ എത്താൻ എടുക്കും, എനിക്ക് ഇന്ന സമയത്ത് അവിടെ എത്തണമെങ്കിൽ അവർ റിപ്പോർട്ടിംഗ് ടൈം ഏതാണോ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേരുക. കാരണം നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് എത്തുമോ എന്നുള്ളത് ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇത്രയും നാൾ ഇട്ട ഒരു എഫേർട്ട് ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ വെള്ളത്തിലാക്കരുത്. സോ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേരുക. അതേപോലെ നിങ്ങൾ പോകുന്ന വഴിക്ക് അഡ്മിറ്റ് കാർഡ് ഒന്നും പ്രിന്റ് എടുക്കാനിരിക്കരുത്. തലേന്ന് തന്നെ എന്ത് ചെയ്യുക, ഇതെല്ലാം കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കി വെക്കുക. ഓക്കെ, യെസ്. ഇനി എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നമുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇട്ട ഒരു എഫേർട്ടിനെ പറ്റിയിട്ടും നമ്മൾ കടന്നു വന്ന വഴിയെ പറ്റിയിട്ടും ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് നമുക്കാണ്. സോ നമ്മൾ ഇട്ട ഒരു എഫേർട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ചെയ്ത പ്രാക്ടീസ് എത്രത്തോളം ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. സോ അതിൽ മാത്രം വിശ്വസിക്കാം. പിന്നെ എനിക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ എക്സാം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിന്റെ ഒരു ഭാഗം മാത്രമാണ്, നമ്മളുടെ ലൈഫ് അല്ല. അയ്യോ ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്, അയ്യോ ഈ എക്സാം കിട്ടിയില്ലെങ്കിൽ എന്റെ ലൈഫ് തീർന്നു, ഈ വക തോട്ട്സുമായിട്ട് ഒരിക്കലും നിങ്ങൾ എക്സാം സെന്ററിലേക്ക് കടക്കരുത്. നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു തോട്ട് മനസ്സിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ടൈമർ ഓടുന്നത് കാണുമ്പോഴത്തേക്കിനും നിങ്ങൾ പാനിക് ആകും. അതുണ്ടാകരുത്. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ എക്സാം സെന്ററിൽ അത് നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എടുക്കാൻ നമ്മൾ ചെയ്ത ആ ഒരു എഫേർട്ട് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വളരെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അത്ര മാത്രമേ ഉള്ളൂ, ആ ഒരു ദൂരം മാത്രമേ ഉള്ളൂ നിങ്ങളും നിങ്ങളെന്ന ബാങ്കർക്കിടയിലേക്കും, അല്ലെ? അപ്പോ അതിന് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. സോ ഈ വക തോട്ട്സ് ഒന്നും പാടില്ല. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ നന്നായി പഠിച്ചതാണ്, ഒരു അറ്റാക്കിംഗ് മോഡായിരിക്കണം ക്വസ്റ്റ്യൻ കാണുമ്പോൾ. നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണം, നിങ്ങളിൽ തന്നെ സ്വയം വിശ്വസിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് എല്ലാവരും നമ്മളെ അറിയിക്കുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം.